ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥ തന്നെയാണ് ഞാൻ പറയുന്നത്. ആട്ടിടയൻ്റെയും ചെന്നായുടെയും കഥ. ഗ്രാമീണരെ പരിഹസിക്കാനായി ആട്ടിടയക്കുട്ടി ചെന്നായ വരുന്നേ ചെന്നായ വരുന്നേ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൂവി. ഓടിയെത്തിയ ഗ്രാമീണര് ചെന്നായെ കണ്ടില്ല. ആട്ടിടയക്കുട്ടി അവരെ കളിയാക്കുകയും തമാശയായി ചിരിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ വന്നുകൂടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു നാൾ പക്ഷേ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാൻ ചെന്നായ ശരിക്കും വന്നു. ആട്ടിടയക്കുട്ടി രക്ഷയ്ക്കായി അപ്പോൾ വിളിച്ചു കരഞ്ഞു, ചെന്നായ വന്നേ ചെന്നായ വന്നേ. സ്ഥിരം കേൾക്കുന്നതല്ലേ, തങ്ങളെ പരിഹസിക്കാനാണെന്ന് കരുതി ഗ്രാമീണരാരും വന്നില്ല. ചെന്നായ ആട്ടിൻകുട്ടികളെ പിടിച്ച് തിന്നുകയും ചെയ്തു. കഥയുടെ ഗുണപാഠം ഇത്രമാത്രമാണ്: കള്ളം പറയുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടും. വിശ്വാസ്യത നഷ്ടപ്പെട്ട ശേഷം സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വ്യക്തികൾക്ക്, സംഘടനകൾക്ക്, എല്ലാ മനുഷ്യർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയില്ലെങ്കിൽ ചെന്നായ വരുന്നേ ചെന്നായ വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ ആ ആട്ടിൻകുട്ടിയുടെ അവസ്ഥയായിത്തീരും.